Good morning all. Today we are going to discuss the topic traverse computing. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ട്രാവേഴ്സിങ്ങിന്റെ കുറേ മെത്തേഡ്സ് പഠിച്ചു. ചെയിൻ ട്രാവേഴ്സിങ്, ചെയിൻ ആൻഡ് കോമ്പസ് ട്രാവേഴ്സിങ്, പിന്നെ തിയോഡലൈൻ ട്രാവേഴ്സിങ് ഒക്കെ പഠിച്ചു അല്ലേ? അതിലൊക്കെ നമ്മൾ എന്താ മെഷർ ചെയ്ത് ഒരു ട്രാവേഴ്സിന്റെ ഫ്രെയിം വർക്ക് ഫോം ചെയ്യുന്ന ലൈൻസിന്റെ ലെങ്ത്തും ആംഗിളും എങ്ങനെയാണ് മെഷർ ചെയ്തത് ബൈ യൂസിങ് ഡിഫറെൻറ്റ് ഇൻസ്ട്രുമെന്റ്സ്. അങ്ങനെയാണ് നമ്മൾ ആ മെത്തേഡ്സിൽ പഠിച്ചത്. അപ്പോൾ നിങ്ങളൊരു കാര്യം ആലോചിക്കുക, നമുക്ക് ഫീൽഡിൽ നമ്മൾ അത്രയും ഒബ്സർവേഷൻ എടുത്ത് ഓഫീസിൽ വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം, A2 ഷീറ്റ് എടുക്കണം, അതിൽ മാഗ്നറ്റിക് മെറിഡിയൻ മാർക്ക് ചെയ്യണം, പ്രൊട്രാക്ടർ എടുത്ത് അതിൻ്റെ ആംഗിൾ മെഷർ ചെയ്യണം, സ്കെയിൽ എടുത്ത് ആ ലൈൻ വരക്കണം, ഒരുപാട് പണിയാണ് അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നമുക്ക് ആ കിട്ടിയ മെഷർമെൻറ്റ് ഇങ്ങനെ ഒരു കോർഡിനേറ്റിലാണെന്ന് വിചാരിക്കാം. ഒരു XX എന്ന് പറയുന്ന ഒരു കോർഡിനേറ്റ്, ഒരു ആക്സസും YY എന്ന് പറയുന്ന ഒരു ആക്സസും ഉള്ള ഒരു കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നമുക്ക് കിട്ടിയ മെഷർമെന്റ്സ് എങ്കിൽ നമുക്ക് വരക്കാൻ വളരെ എളുപ്പമായിരിക്കില്ലേ? അതായത് ഇത് A എന്ന് പറയുന്ന പോയിന്റ് ആണ്, B എന്ന് പറയുന്ന പോയിന്റ് ആണ്, C, then D, ഇതൊന്നും വേണ്ട, E, F, ഇത്രയും പോയിന്റ്സ് ആണ് ഉള്ളതെങ്കിൽ നമുക്ക് ഈ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ ഈ എയുടെ X കോർഡിനേറ്റും Y കോർഡിനേറ്റും അറിയെങ്കിൽ A വരക്കാം, ബിയുടെ X കോർഡിനേറ്റും Y കോർഡിനേറ്റും അറിയെങ്കിൽ B വരക്കാം, ദെൻ സിയുടെ X കോർഡിനേറ്റും Y കോർഡിനേറ്റും അറിയെങ്കിൽ C വരയ്ക്കാം. അങ്ങനെ ഓരോ പോയിന്റിന്റെയും X കോർഡിനേറ്റും Y കോർഡിനേറ്റും നമുക്കൊരു കോർഡിനേറ്റ് സിസ്റ്റത്തിൽ അറിയാമെങ്കിൽ നമുക്ക് പ്ലോട്ടിംഗ് വിൽ ബി മച്ച് മോർ ഈസിയർ. ഓക്കെ, അതിനാണ് നമ്മൾ ഫീൽഡിൽ എടുത്ത ലെങ്ത്തിനെയും ആംഗിൾസിനെയും അങ്ങനെ ഒരു കോർഡിനേറ്റ് സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിനാണ് നമ്മൾ ട്രാവേഴ്സ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓരോ ലൈനിനും നമ്മൾ ഒരു പോയിന്റിന്റെ എക്സും വൈ അല്ല നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുക. ഓരോ ലൈനിന്റെയും, അതായത് ഇവിടെ AB എന്ന് പറയുന്ന ഒരു ലൈൻ ഉണ്ടെങ്കിൽ ആ ഓരോ ലൈനിന്റെയും X കോർഡിനേറ്റ്, ഇതിന്റെ X കോർഡിനേറ്റ്, ദെൻ ഇതിന്റെ Y കോർഡിനേറ്റ്, അതാണ് നമ്മളിവിടെ കമ്പ്യൂട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ X കോർഡിനേറ്റിനും ഒരു ലൈനിന്റെ X കോർഡിനേറ്റിനും അതിന്റെ Y കോർഡിനേറ്റിനും ഓരോ പേരുകളുണ്ട്. ഒക്കെ നമുക്ക് പഠിക്കാം. ഓക്കെ, നമുക്കൊരു ലൈൻ AB ഉണ്ടെന്ന് വിചാരിക്കാം. ആ ABയുടെ ഡയറക്ഷൻ ഇങ്ങനെയാണ്, AB ലൈനിന്റെ ഡയറക്ഷൻ ഇങ്ങനെയാണ്. അപ്പൊ അതിന്റെ Y കോർഡിനേറ്റ് ഇങ്ങനെ വരും, X കോർഡിനേറ്റ് ഇങ്ങനെ വരും. അപ്പൊ എപ്പോഴും നമ്മൾ വെർട്ടിക്കൽ ഡയറക്ഷനിൽ ഇൻഡിക്കേറ്റ് ചെയ്യുക നോർത്തിനാണ്. അപ്പൊ ആ നോർത്ത് ഡയറക്ഷനിൽ നിന്നുള്ള ആംഗിൾ തീറ്റ ആണെങ്കിൽ, ഈ ആംഗിൾ ഓർത്ത് വെക്കണേ, നോർത്ത് ഡയറക്ഷനിൽ നിന്നുള്ള ആംഗിൾ തീറ്റ ആണെങ്കിൽ ഈ ലൈനിന്റെ ലെങ്ത് L ആണെങ്കിൽ നമ്മൾ സാധാരണ EMലൊക്കെ റിസോൾവ് ചെയ്തതുപോലെ ഈ AB ലൈനിന്റെ Y പ്രൊജക്ഷൻ ഇൻ ദി Y ഡയറക്ഷൻ വിൽ ബി L cos തീറ്റ അല്ലെ? നമ്മൾ സാധാരണ EMലൊക്കെ ചെയ്യുന്നതാണ്. ഈ ലൈനിന്റെ ലെങ്ത് Lഉം ഈ ആംഗിൾ തീറ്റയും ആണെങ്കിൽ അതിന്റെ ഈ ഡിസ്റ്റൻസ് Y ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ L cos തീറ്റ ആയിരിക്കും. അതേപോലെ ഈ X ഡയറക്ഷനിലുള്ള പ്രൊജക്ഷൻ എന്തായിരിക്കും? L sin തീറ്റ. ഓക്കെ, അപ്പോൾ ഈ ലൈനിന്റെ Y ഡയറക്ഷനിലുള്ള പ്രൊജക്ഷനെയാണ് നമ്മൾ ലാറ്റിറ്റ്യൂഡ് എന്ന് പറയാം. ലാറ്റിറ്റ്യൂഡ് ഒരു ലൈനിന്റെ Y ആക്സിസിലേക്കുള്ള പ്രൊജക്ഷൻ, അതിനാണ് നമ്മൾ ലാറ്റിറ്റ്യൂഡ് എന്ന് പറയാ. ദെൻ ആ ലൈനിന്റെ X ആക്സിസിലേക്കുള്ള പ്രൊജക്ഷന് നമ്മൾ ഡിപ്പാർച്ചർ എന്ന് പറയും. ഇവിടെ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഈ പോയിന്റിനെ A' നും ഈ പോയിന്റിനെ A" നും വിളിക്കുകയാണെങ്കിൽ A' ഈസ് ദി ലാറ്റിറ്റ്യൂഡ് ഓഫ് ലൈൻ AB ആൻഡ് A" ഈസ് ദി ഡിപ്പാർച്ചർ ഓഫ് ലൈൻ AB. ആൻഡ് ലാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ Y ഡയറക്ഷനിലുള്ള പ്രൊജക്ഷൻ ആണ്. Y ഡയറക്ഷനിലുള്ള പ്രൊജക്ഷൻ ഈസ് L cos തീറ്റ. സോ ലാറ്റിറ്റ്യൂഡ് ഓഫ് എനി ലൈൻ, ഈ ആംഗിൾ ഓർക്കണേ, ആംഗിൾ Y ഡയറക്ഷനിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ആണ്. അപ്പോൾ Y ഡയറക്ഷൻ ആയിട്ട് തീറ്റ ആംഗിൾ ഉണ്ടാക്കുന്ന ഏതൊരു ലൈനിന്റെയും ലാറ്റിറ്റ്യൂഡ് ഈസ് ഈക്വൽ ടു L cos തീറ്റ, where L is the length of that line. Then departure എന്തായിരിക്കും? L sin തീറ്റ. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഓരോ ലൈനിന്റെയും പ്രൊജക്ഷൻ ഇൻ കോർഡിനേറ്റ് സിസ്റ്റം കണ്ടുപിടിക്കുന്നത്. ആൻഡ്
this latitude and departure are known as coordinates of line AB. Coordinates of line AB. Latitude and departure is known as coordinate of line AB. അല്ലെങ്കിൽ നമ്മൾ ഈ ബി പോയിന്റിന്റെ ലാറ്റിറ്റ്യൂഡ് ആൻഡ് ഡിപ്പാർച്ചർ എന്ന് വേണമെങ്കിൽ പറയാം. ബി പോയിന്റിന്റെ ലാറ്റിറ്റ്യൂഡ് ആൻഡ് ഡിപ്പാർച്ചർ എന്ന് പറഞ്ഞാൽ ലൈൻ എ ബിയുടെ ലാറ്റിറ്റ്യൂഡ് ആൻഡ് ഡിപ്പാർച്ചർ ആണ് ഇല്ലേ. അപ്പോൾ ഈ ബി പോയിന്റിന്റെ ലാറ്റിറ്റ്യൂഡ് ആൻഡ് ഡിപ്പാർച്ചർ ആണ് നമ്മൾ ലൈൻ എ ബിയുടെ ലാറ്റിറ്റ്യൂഡ് ആൻഡ് ഡിപ്പാർച്ചർ എന്ന് പറയുന്നത്. നമുക്ക് ആക്ച്വലി ഒരു ലൈനിനല്ല കോർഡിനേറ്റ് ഉണ്ടാവുക, ഓരോ പോയിന്റിനാണ് കോർഡിനേറ്റ്സ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഈ ബി എന്ന് പറയുന്ന പോയിന്റിന്റെ കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ എ ബി ലൈനിന്റെ കോർഡിനേറ്റ് ആണ് അല്ലെ. ബി എന്ന് പറയുന്ന പോയിന്റ് കോർഡിനേറ്റ്സ് പറഞ്ഞാൽ ലാറ്റിറ്റ്യൂഡ് ആൻഡ് ഡിപ്പാർച്ചർ നമ്മൾ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എ ബി ലൈനിന്റെ കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞാൽ ബി എന്ന പോയിന്റിന്റെ കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞാൽ എ ബി ലൈനിന്റെ കോർഡിനേറ്റ്സ് ആണ്. എ ബി ലൈനിന്റെ ലാറ്റിറ്റ്യൂഡ് ആൻഡ് ഡിപ്പാർച്ചർ ആണ് ബി എന്ന് പറയുന്ന പോയിന്റിന്റെ കോർഡിനേറ്റ്സ്. നമ്മൾ കോർഡിനേറ്റ്സ് എഴുതുക ബ്രാക്കറ്റിൽ ലാറ്റ് കോമ ഡിപ്പാർച്ചർ, ലാറ്റിറ്റ്യൂഡ് കോമ ഡിപ്പാർച്ചർ, അതിന്റെ വാല്യൂ, അങ്ങനെയാണ് നമ്മൾ ഒരു പോയിന്റിന്റെ കോർഡിനേറ്റ്സ് എഴുതുക. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും. അപ്പൊ ഇവിടെ ഈ ബി എന്ന് പറയുന്ന പോയിന്റിന്റെ കോർഡിനേറ്റ് എ എന്ന് പറയുന്ന പോയിന്റിന്റെ കോർഡിനേറ്റ് ഡിപ്പെൻഡ് ചെയ്യും അല്ലെ. എ എന്ന് പറയുന്ന പോയിന്റ് നോക്ക് നിങ്ങൾ, എ എന്ന് പറയുന്ന പോയിന്റ് ഇവിടെയല്ല. എ എന്ന് പറയുന്ന പോയിന്റ് വേറെ ഏതെങ്കിലും ഒരു ഡയറക്ഷനിലാണെങ്കിൽ, തീറ്റ ആംഗിളിലല്ല, വേറെ ഏതെങ്കിലും ഒരു ഡയറക്ഷനിലാണെങ്കിൽ നിങ്ങളുടെ ബി എന്ന് പറയുന്ന പോയിന്റിന്റെ കോർഡിനേറ്റ് മാറൂലേ. അപ്പൊ ബിയുടെ കോർഡിനേറ്റ് ഇസ് ഡിപ്പെൻഡന്റ് അപ്പോൺ ദി കോർഡിനേറ്റ് ഓഫ് എ. ഇങ്ങനെ ഒരു പോയിന്റിന്റെ കോർഡിനേറ്റ് അതിന്റെ തൊട്ട് പ്രീവിയസ് പോയിന്റിന്റെ കോർഡിനേറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ such coordinates are known as consecutive coordinates. Consecutive coordinates. Consecutive coordinates. Okay. ഇനി ഈ കോൺസിക്യൂട്ടീവ് കോർഡിനേറ്റ്സ് അല്ലാതെ നമുക്ക് വേറെ ടൈപ്പ് ഓഫ് കോർഡിനേറ്റ് ഉള്ളത് ഇൻഡിപെൻഡന്റ് കോർഡിനേറ്റ്സ് ആണ്. അത് ഈ കോൺസിക്യൂട്ടീവ് കോർഡിനേറ്റ്സിന്റെ കാൽക്കുലേഷൻ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അത് ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ പറഞ്ഞത് ട്രാവേഴ്സ് കമ്പ്യൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രാവേഴ്സ് ഇങ്ങനെ ഫീൽഡിൽ ചെയ്യുന്ന ലെങ്ത്തിനെയും ആംഗിൾസിനെയും നമ്മൾ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ പ്രൊജക്ഷൻസ് ആക്കി കൺവേർട്ട് ചെയ്യാണ്. അപ്പോൾ ഒരു ലൈനിന്റെ ലെങ്ത് എല്ലും അത് വെർട്ടിക്കലായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റയും ആണെങ്കിൽ അതിന്റെ വെർട്ടിക്കൽ പ്രൊജക്ഷൻ ഇസ് നോൺ ആസ് ലാറ്റിറ്റ്യൂഡ് ആൻഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു എൽ കോസ് തീറ്റ, ആൻഡ് അതിന്റെ ഹൊറിസോണ്ടൽ പ്രൊജക്ഷൻ ഇസ് നോൺ ആസ് ഡിപ്പാർച്ചർ ആൻഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു എൽ സൈൻ തീറ്റ. ദെൻ ഇവിടെ നമ്മൾ പറയാ ഒരു ലൈനിന്റെ കോർഡിനേറ്റ് നമ്മൾ ഒരിക്കലും പറയില്ല, ഒരു പോയിന്റിന്റെ കോർഡിനേറ്റ് നമ്മൾ എപ്പോഴും പറയാം. കോർഡിനേറ്റ്സ് ലാറ്റിറ്റ്യൂഡ് ആൻഡ് ഡിപ്പാർച്ചർ ആർ നോൺ ആസ് കോർഡിനേറ്റ്സ്. അപ്പോൾ ബി എന്ന് പറയുന്ന പോയിന്റിന്റെ കോർഡിനേറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നത് എ എന്ന് പറയുന്ന പോയിന്റിനെ കൂടെ ഡിപ്പെൻഡ് ചെയ്യും. എ ബി ലൈനിന്റെ ലാറ്റിറ്റ്യൂഡിന്റെയും ഡിപ്പാർച്ചറിനെയാണ് നമ്മൾ ബിയുടെ കോർഡിനേറ്റ് എന്ന് പറഞ്ഞ് എഴുതുക. ഇവിടെ ബി എന്ന് പറയുന്ന പോയിന്റിന്റെ കോർഡിനേറ്റ് ആണ് ഈ എ ബി ലൈനിന്റെ ലാറ്റിറ്റ്യൂഡും ഡിപ്പാർച്ചറും. അപ്പോൾ അത് എയുടെ പൊസിഷൻ മാറുന്നതിനനുസരിച്ച് ആ ലാറ്റിറ്റ്യൂഡും ഡിപ്പാർച്ചറും മാറും. അതായത് ബിയുടെ കോർഡിനേറ്റ് എയുടെ പൊസിഷൻ അനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. ഇപ്പൊ ബി ഇസ് ഡിപ്പെൻഡന്റ് അപ്പോൺ എ. അപ്പോൾ ഏതൊരു പോയിന്റിന്റെയും കോർഡിനേറ്റ് അതിന്റെ തൊട്ട് പ്രീവിയസ് ആയിട്ടുള്ള പോയിന്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നെങ്കിൽ സച്ച് കോർഡിനേറ്റ്സ് ആർ നോൺ ആസ് കോൺസിക്യൂട്ടീവ് കോർഡിനേറ്റ്സ്. ഓക്കെ, നമുക്ക് ഇതിന്റെ ഒരു കാൽക്കുലേഷൻ എങ്ങനെയാണ് നമ്മൾ ഈ ഡിപ്പാർച്ചറും ലാറ്റിറ്റ്യൂഡും ഒക്കെ കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. ആൻഡ് അതിന്റെ മുന്നേ ഒരു കാര്യം കൂടെ പറയാം. അതായത് കുറച്ച് താഴോട്ടേക്ക് വരക്കാം. നമുക്ക് ഇങ്ങനെയാണ് നമ്മൾ സാധാരണ നമ്മളെ റെഫറൻസ് സിസ്റ്റം എടുക്കുക അല്ലെ. നമുക്ക് എക്സ് എക്സ് ഡയറക്ഷനും വൈ വൈ ഡയറക്ഷനും നമ്മൾ ഗ്രാഫിക്സിലും മെക്കാനിക്സിലും ഒക്കെ ഇങ്ങനെ ഒരു കോർഡിനേറ്റ് സിസ്റ്റം പഠിച്ചിട്ടുണ്ടാവും. അപ്പം നമ്മുടെ ലൈൻ ഫസ്റ്റ് ക്വാഡ്രന്റിലാണെങ്കിൽ, ഫസ്റ്റ് ക്വാഡ്രന്റിൽ നമ്മൾ ലൈൻ ഉണ്ടാവാന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഇങ്ങനെയാണ്. ഫസ്റ്റ് ക്വാഡ്രന്റിലാണെങ്കിൽ അവിടെ ലാറ്റിറ്റ്യൂഡ് ഈസ് പോസിറ്റീവ് ആൻഡ് ഡിപ്പാർച്ചർ ഈസ് ഓൾസോ പോസിറ്റീവ്. ആൻഡ് നമ്മുടെ ലൈൻ സെക്കൻഡ് ക്വാഡ്രന്റിലാണെങ്കിലോ latitude is negative and departure is positive. And third quadrant ആണെങ്കിലോ നമ്മുടെ ലൈൻ latitude is negative and departure is negative. രണ്ടും നെഗറ്റീവ് ആണ്. ആൻഡ് നമ്മുടെ കോർഡിനേറ്റ് ഫോർത്ത്, സോ നമ്മുടെ ലൈൻ ഫോർത്ത് കോർഡിനേറ്റിലാണെങ്കിൽ ലാറ്റിറ്റ്യൂഡ് ഇസ് പോസിറ്റീവ് ആൻഡ് ഡിപ്പാർച്ചർ ഇസ് നെഗറ്റീവ്. അത് ഓർത്ത് വെക്കുക. പിന്നെ അതിലൊരു കാര്യം കൂടെ ഓർത്ത് വെക്കേണ്ടത്,
ലാറ്റിറ്റ്യൂഡ് ഈസ് ഓൾസോ നോൺ ആസ് നോർത്തിങ് ആൻഡ് സൗത്തിങ്. ഈ പോസിറ്റീവ് ആയിട്ടുള്ള ലാറ്റിറ്റ്യൂഡ് ഇസ് നോൺ ആസ് നോർത്തിങ്, നെഗറ്റീവ് ആയിട്ടുള്ള ലാറ്റിറ്റ്യൂഡ് ഇസ് നോൺ ആസ് സൗത്തിങ്. പോസിറ്റീവ് ലാറ്റിറ്റ്യൂഡ് ഇസ് നോൺ ആസ് നോർത്തിങ് ആൻഡ് നെഗറ്റീവ് ലാറ്റിറ്റ്യൂഡ് ഇസ് നോൺ ആസ് സൗത്തിങ്. അതേപോലെ പോസിറ്റീവ് ഡിപ്പാർച്ചർ ഇസ് നോൺ ആസ് ഈസ്റ്റിങ് ആൻഡ് നെഗറ്റീവ് ഡിപ്പാർച്ചർ ഇസ് നോൺ ആസ് വെസ്റ്റിങ്. ഓക്കെ, നോർത്തിങ്, സൗത്തിങ്, ഈസ്റ്റിങ്, വെസ്റ്റിങ് എടുക്കുന്ന ആ ഡിസ്റ്റൻസുകളെ നമ്മൾ വിളിക്കുന്ന പേരാണിത്. ഇവിടെ ഇപ്പം നമുക്ക് ഈ ലൈനിൻ്റെ ലാറ്റിറ്റ്യൂഡ് നമുക്കൊരു 10 നോർത്ത് എന്ന് കിട്ടി. ഓക്കെ, 10 മീറ്റേഴ്സ് നോർത്ത് എന്നോ അങ്ങനെ എന്തെങ്കിലും കിട്ടിയെന്ന് വിചാരിക്കാം. അതായത് ഈ റെഫറൻസ് ഗ്രിഡിൽ പോസിറ്റീവ് ഡയറക്ഷനിൽ 10 മീറ്റേഴ്സിലാണ് ഇതിൻ്റെ ലാറ്റിറ്റ്യൂഡ് വരുന്നത്. ആൻഡ് അതിൻ്റെ ഈസ്റ്റിങ് 20 ഈസ്റ്റ് ആണെന്ന് പറഞ്ഞാൽ ഈ റെഫറൻസ് കോർഡിനേറ്റിൽ പോസിറ്റീവ് ഡയറക്ഷനിൽ 20. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ പോയിന്റ് വരിക. ഓക്കെ, ഇനി നമുക്ക് സെക്കൻഡ് കോർഡിനേറ്റിലുള്ള ഒരു പോയിന്റ് ആണ് നമുക്ക് വേണ്ടതെന്ന് വിചാരിക്കാം. അതിൻ്റെ ലാറ്റിറ്റ്യൂഡ് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. -10 സൗത്തിങ് ആയിരിക്കും. ആൻഡ് ഡിപ്പാർച്ചർ പോസിറ്റീവ് ആയിരിക്കും അല്ലേ? പോസിറ്റീവ് 20 ഈസ്റ്റിങ് തന്നെയായിരിക്കും. അപ്പോൾ 20 ഈസ്റ്റിങ് 10 സൗത്തിങ്. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ പോയിന്റ്. ഓക്കെ, അത് ഓർത്ത് വെക്കുക, ഒന്നുമില്ല. അപ്പം നമ്മൾ പറഞ്ഞൊക്കെ ഓർക്കുക. ട്രാവേഴ്സ് കമ്പ്യൂട്ടിങ് എന്താ, ലാറ്റിറ്റ്യൂഡ് ഓഫ് എ ലൈൻ എന്താ, ഡിപ്പാർച്ചർ ഓഫ് എ ലൈൻ എന്താ, ഒരു കോർഡിനേറ്റിന് എപ്പോഴാണ് നമ്മൾ കോൺസിക്യൂട്ടീവ് കോർഡിനേറ്റ് എന്ന് പറയാം. അത് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ ഇൻഡിപെൻഡൻറ്റ് കോർഡിനേറ്റ് എന്താണെന്നും കൂടെ പഠിക്കണം. അത് നമ്മൾ പ്രോബ്ലം ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ. ദെൻ ഓരോ കോർഡിനേറ്റിലും ലാറ്റിറ്റ്യൂഡിൻ്റെ ഡിപ്പാർച്ചറിൻ്റെയും സൈൻ എന്താ, ആൻഡ് അടുത്തത് ലാറ്റിറ്റ്യൂഡ് ഈസ് ഓൾസോ നോൺ ആസ് നോർത്തിങ് ആൻഡ് സൗത്തിങ് ആൻഡ് ഡിപ്പാർച്ചർ ഈസ് ഓൾസോ നോൺ ആസ് ഈസ്റ്റിങ് ആൻഡ് വെസ്റ്റിങ്. ഇത്രയാണ് ഈ സെഷനിൽ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട കാര്യം. ഇനി നമുക്ക് പ്രോബ്ലം ചെയ്യാം. ലാറ്റിറ്റ്യൂഡ് ആൻഡ് ഡിപ്പാർച്ചർ ഓഫ് എ ലൈൻ നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും എന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നേക്കുന്ന പ്രോബ്ലം. ഞാൻ തന്ന PPT-യിൽ ഈ പ്രോബ്ലം ഉണ്ട്. അപ്പോൾ നമുക്ക് പ്രോബ്ലം എത്രയേ ഉള്ളൂ. നമുക്ക് ലൈനിൻ്റെ ഒക്കെ ഓരോ ലൈനിൻ്റെ ഒക്കെ പേര് തന്നിട്ടുണ്ട്, അതിൻ്റെയൊക്കെ ലെങ്ത് തന്നിട്ടുണ്ട്, അതിൻ്റെയൊക്കെ ഹോൾ സർക്കിൾ ബെയറിംഗ് തന്നിട്ടുണ്ട്. നമ്മളോട് പറയുന്നത് ഈ ലൈൻസിൻ്റെ ഒക്കെ ലാറ്റിറ്റ്യൂഡും ഡിപ്പാർച്ചറും കണ്ടുപിടിക്കാം, നമ്മൾ പ്ലോട്ട് ചെയ്യാം. അതാണ് നമ്മുടെ പ്രോബ്ലം. എനിക്ക് ടേബിൾ വിസിബിൾ ആയിരിക്കില്ല, പഠിക്കുമ്പോൾ ഞാൻ തന്ന PPT യൂസ് ചെയ്യാം. ഓക്കെ, അതിലത് ക്ലിയർ ആണ്. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ ഒരു പ്രോബ്ലം കിട്ടിയാൽ നമ്മളെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ തന്ന ഹോൾ സർക്കിൾ ബെയറിങ്ങിനെ റെഡ്യൂസ്ഡ് ബെയറിംഗ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം. RB എന്ന് എഴുതിയത് റെഡ്യൂസ്ഡ് ബെയറിംഗ് ആണ്, WCB എന്ന് എഴുതിയത് ഹോൾ സർക്കിൾ ബെയറിംഗ് ആണ്. അപ്പോൾ അങ്ങനെ കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം ഈ ഹോൾ സർക്കിൾ ബെയറിങ്ങും റെഡ്യൂസ്ഡ് ബെയറിങ്ങും എന്താണെന്ന് അറിയണം അല്ലേ? അപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് സർവേയിൽ. ഹോൾ സർക്കിൾ ബെയറിംഗ് ആണ് നമ്മൾ നോർത്ത് ഡയറക്ഷനിൽ നമ്മൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ എടുക്കുന്ന ആംഗിൾ 0 മുതൽ 360 വരെ ഏത് വാല്യൂ ആവാതെ അതാണ് നമ്മൾ ഹോൾ സർക്കിൾ ബെയറിംഗ് എന്ന് പറയുന്നത്. ഈ ആംഗിളിനെ, ഈ 0 മുതൽ 360 വരെയുള്ള ആംഗിളിനെ നമ്മൾ ഏതെങ്കിലും ഒരു ക്വാഡ്രന്റിലേക്ക് ചുരുക്കുകയാണ്. 0 മുതൽ 90 വരെയുള്ള ഏതെങ്കിലും ഒരു വാല്യൂയിലേക്ക് ചുരുക്കുകയാണ്. ആൻഡ് വി ആർ സ്പെസിഫൈങ് ദ ക്വാഡ്രന്റ് ഇൻ വിച്ച് ദാറ്റ് ലൈൻ ലൈസ്. ആ ആംഗിളിനാണ് നമ്മൾ റെഡ്യൂസ്ഡ് ബെയറിംഗ് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ നിർബന്ധമായിട്ടും ഈ മൊഡ്യൂൾ പഠിക്കുമ്പോൾ അറിഞ്ഞിരിക്കണം. എന്താണ് ഹോൾ സർക്കിൾ ബെയറിംഗ്, എന്താണ് റെഡ്യൂസ്ഡ് ബെയറിംഗ്, എങ്ങനെയാണ് ഹോൾ സർക്കിൾ ബെയറിങ്ങിനെ റെഡ്യൂസ്ഡ് ബെയറിങ്ങിലേക്ക് കൺവേർട്ട് ചെയ്യുക. അത് ഞാൻ പഠിപ്പിക്കില്ല, കാരണം നിങ്ങൾ S3-ൽ പഠിച്ചതാണ്. എങ്ങാനും നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അത് പഠിച്ചതിന് ശേഷം മാത്രം പ്രൊസീഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഈ ഹോൾ സർക്കിൾ ബെയറിങ്ങിനെ റെഡ്യൂസ്ഡ് ബെയറിംഗ് ആക്കുക. അപ്പോൾ നമ്മൾ ആദ്യത്തെ ലൈൻ AB-യുടെ ഹോൾ സർക്കിൾ ബെയറിംഗ് എത്രയാണ്? 32 ഡിഗ്രി 12 മിനിറ്റ്സ് ആണ് അല്ലേ? 32 ഡിഗ്രി 12 മിനിറ്റ്സ് എന്നൊക്കെ പറഞ്ഞാൽ അത് 0 മുതൽ 90 വരെയുള്ള ഒരു വാല്യൂ ആണ്. അപ്പോൾ ഫസ്റ്റ് ക്വാഡ്രന്റിലാണ് അത് ഉണ്ടാവുക. ഇത് നമ്മുടെ നോർത്ത് ആണ്, ഇത് ഈസ്റ്റ് ആണ്, ഇത് സൗത്ത് ആണ്, ഇത് വെസ്റ്റ് ആണ്. അപ്പോൾ ഫസ്റ്റ് ക്വാഡ്രന്റിലാണ് നമ്മുടെ AB ലൈൻ ഉണ്ടാവുക. കാരണം ആംഗിൾ ഇസ് 32 ഡിഗ്രി 12 മിനിറ്റ്സ്. ഈ ആംഗിളാണ് 32 ഡിഗ്രി 12 മിനിറ്റ്സ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ 30 ഡിഗ്രി 12 മിനിറ്റ്സ് നമുക്ക് റെഡ്യൂസ്ഡ് ബെയറിംഗ് ആയിട്ട് എങ്ങനെ എഴുതാം? നോർത്ത് നിന്ന് 32 ഡിഗ്രി 12 മിനിറ്റ്സ് ഈസ്റ്റ് വാർഡ്സ്. അപ്പോൾ നോർത്ത് 32 ഡിഗ്രി 12 മിനിറ്റ്സ് ഈസ്റ്റ് വാർഡ്സ്. അതാണ് ഈ ഫസ്റ്റ് ലൈനിൻ്റെ റെഡ്യൂസ്ഡ് ബെയറിംഗ്. ദെൻ സെക്കൻഡ് ലൈൻ എടുക്കാം. സെക്കൻഡ് ലൈനിൻ്റെ ആംഗിൾ എത്രയാണ്? 138 ഡിഗ്രി. 130 ഈ
സൗത്ത് എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രിയാണ്. അപ്പോൾ 138 എന്ന് പറഞ്ഞാൽ ഇവിടെ എവിടെയോ ആയിരിക്കും 138 ഡിഗ്രി. ഇത്രയും ആംഗിൾ ആയിരിക്കും 138 ഡിഗ്രി. ഇതിനെങ്ങനെ നമ്മൾ 138 ഡിഗ്രി 36 മിനിറ്റ്സ് ഉണ്ട്. ഇതിനെങ്ങനെ നമ്മൾ റെഡ്യൂസ്ഡ് ബെയറിംഗ് ആക്കും? ഈ ലൈനിന്റെ റെഡ്യൂസ്ഡ് ബെയറിംഗ് എന്ന് പറഞ്ഞാൽ സൗത്ത് ഈസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഈ ആംഗിൾ ആണ്. എപ്പോഴും നമ്മൾ ആംഗിൾ മെഷർ ചെയ്യുമ്പോൾ ഒന്നില്ലെങ്കിൽ നോർത്ത് നിന്ന് അല്ലെങ്കിൽ സൗത്ത് നിന്ന് മെഷർ ചെയ്യണം റെഡ്യൂസ്ഡ് ബെയറിംഗ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ. ആൻഡ് ആംഗിൾ ഷുഡ് ബി ഇൻ ബിറ്റ്വീൻ 0 and 90. അപ്പോൾ നമ്മൾ സെക്കൻഡ് ക്വാഡ്രന്റിലാകുമ്പോൾ നമ്മൾ ഫ്രം സൗത്ത് വേർഡ്സ് ആണ് മെഷർ ചെയ്യുക. സൗത്ത് നിന്ന് ഈ ലൈനിലേക്കുള്ള ആംഗിൾ, ആ ആംഗിൾ നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ എന്താണ് പ്രൊസീജിയർ? ടോട്ടൽ ഇത്രയും ആംഗിൾ 180 ആണ് അല്ലേ? നോർത്ത് സൗത്ത് ലൈനിന്റെ ആംഗിൾ 180 ആണ്. അതിൽ നിന്ന് 138 ഡിഗ്രി 36 മിനിറ്റ്സ് മൈനസ് ചെയ്യാം. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 41 ഡിഗ്രി 24 മിനിറ്റ്സ് എന്ന് കിട്ടും ഈ ആംഗിൾ. അത് ഡയറക്ഷൻ എങ്ങനെയാണ്? സൗത്ത് നിന്ന് 41 ഡിഗ്രി 24 മിനിറ്റ്സ് ഈസ്റ്റ് വേർഡ്സ് അല്ലേ? അപ്പോൾ റെഡ്യൂസ്ഡ് ബെയറിംഗ് ഈസ് സൗത്ത് 41 ഡിഗ്രി 24 മിനിറ്റ്സ് ഈസ്റ്റ് വേർഡ്സ്. ആൻഡ് തേർഡ് ലൈൻ ഈസ് 202 ഡിഗ്രി 24 മിനിറ്റ്സ്. അപ്പോൾ ഈ വെസ്റ്റ് എന്ന് പറയുന്ന ലൈനിന്റെ ആംഗിൾ എത്രയാണ്? 270. ഇതാണെങ്കിൽ 180. അപ്പോൾ 180ന്റെയും 270ന്റെയും ഇടയ്ക്ക് എവിടെയോ ആയിരിക്കും ഈ 202 ഡിഗ്രി. 202 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഏതാണ് ആംഗിൾ? ഏതാ വരിക? 202 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഈ നോർത്ത് നിന്ന് ഇതിലേക്കുള്ള ആംഗിൾ ആണ് 202 ഡിഗ്രി 24 മിനിറ്റ്സ്. നമുക്ക് വേണ്ടത് ഏതാണ്? സൗത്ത് നിന്ന് ഇതിലേക്കുള്ള ആംഗിൾ എത്രയാണ് അല്ലേ? സൗത്ത് അല്ലേ ഇതിൻ്റെ അടുത്തുള്ളത്, നോർത്തിനേക്കട്ടെ. അപ്പോൾ സൗത്ത് നിന്ന് ഇതിലേക്കുള്ള ആംഗിൾ എത്രയാണ്? അതെങ്ങനെ കണ്ടുപിടിക്കും? ഈ 202 ഡിഗ്രിയിൽ നിന്ന് നമ്മൾ ഈ ലൈൻ നോർത്ത് സൗത്ത് ലൈനിന്റെ 180 ഡിഗ്രി മൈനസ് ചെയ്താൽ പോരെ? ഇപ്പൊ 202 ഡിഗ്രിയിൽ നിന്ന് 202 ഡിഗ്രി 24 മിനിറ്റ്സ് നമ്മൾ എന്ത് ചെയ്യും? 180 മൈനസ് ചെയ്താൽ നമുക്ക് ഈ ആംഗിൾ കിട്ടും. ആ ആംഗിൾ 22 ഡിഗ്രി 24 മിനിറ്റ്സ്. ഡയറക്ഷനോ സൗത്ത് നിന്ന് 22 ഡിഗ്രി 24 മിനിറ്റ്സ് വെസ്റ്റ് വാർഡ്സ്. അപ്പോൾ റെഡ്യൂസ്ഡ് ബെയറിംഗ് ഇസ് സൗത്ത് 22 ഡിഗ്രി 24 മിനിറ്റ്സ് വെസ്റ്റ്. ഓക്കെ, ദെൻ നമ്മുടെ ലാസ്റ്റ് ലൈൻ ഏതാണ്? DE. ഡിയുടെ ആംഗിൾ നോക്കൂ, 372. ഇത്രയും 380 ആണ്, ഇത് 270 ആണ്. അപ്പൊ 372 എന്ന് പറഞ്ഞാൽ ഇവിടെ എവിടെയോ ആയിരിക്കും ഇതിന്റെ അടുക്ക്. ആംഗിൾ ഇതാ ഇവിടെ നിന്ന് ഈ ലൈൻ വരെയുള്ള ആംഗിൾ ആണ് നമുക്ക് എന്ത് തന്നത്? 372 ഡിഗ്രി എന്ന് തന്നത്. നമുക്ക് കണ്ടുപിടിക്കാൻ റെഡ്യൂസ്ഡ് ബെയറിംഗ് ആക്കണമെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട ആംഗിൾ ഏതാ? നോർത്ത് നിന്ന് ഇതിലേക്ക് എത്ര ആംഗിൾ ഉണ്ട്? അപ്പൊ നോർത്ത് നിന്ന് വീണ്ടും നോർത്തിലേക്ക് 360 ഡിഗ്രി അല്ലേ? ആ 360 ഡിഗ്രിയിൽ നിന്ന് 372 ഡിഗ്രി ആണോ? അല്ല, 292 ഡിഗ്രി ആണ്. 292 ഡിഗ്രി ആണ്. 292 ഡിഗ്രി ആണെങ്കിലും ഈ വെസ്റ്റിന്റെ നോർത്തിന്റെ ഇടക്കാണ് വരിക. കാരണം വെസ്റ്റ് ഇസ് 270, നോർത്ത് ഇസ് 360 ഡിഗ്രി. അപ്പൊ 292 എന്ന് പറഞ്ഞാൽ ഇതിന്റെ രണ്ടിന്റെ ഇടക്കാണ് വരിക. അപ്പോൾ നമുക്ക് ഇതിന്റെ റെഡ്യൂസ്ഡ് ബെയറിംഗ് ആക്കാന്ന് പറഞ്ഞാൽ ഈ ലൈനിലേക്ക് നോർത്ത് നിന്നുള്ള ആംഗിൾ കണ്ടുപിടിക്കലാണ്. അപ്പോൾ ഈ നോർത്ത് നിന്ന് നോർത്തിലേക്ക് തന്നെയുള്ള ആംഗിൾ എത്രയാണ്? 360. അപ്പോൾ അതിൽ നിന്ന് 292 മൈനസ് നമുക്ക് ഈ ആംഗിൾ കിട്ടൂലേ? അത് എത്രയാണ്? 68 ഡിഗ്രി ആണ്. ഡയറക്ഷൻ നോർത്ത് നിന്ന് 68 ഡിഗ്രി വെസ്റ്റ് വേർഡ്സ്. നോർത്ത് 68 ഡിഗ്രി വെസ്റ്റ് വേർഡ്സ്. അപ്പോൾ നമ്മൾ ഈ തന്ന ഹോൾ സർക്കിൾ ബെയറിങ്ങിനെ ഒക്കെ എന്ത് ചെയ്തു? റെഡ്യൂസ്ഡ് ബെയറിംഗ് ആയിട്ട് കൺവേർട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാത്തതിന്റെ കാരണം നിങ്ങൾ സർവേയിൽ പഠിച്ചിട്ടുണ്ട് ഹോൾ സർക്കിൾ ബെയറിങ്ങിനെ റെഡ്യൂസ്ഡ് ബെയറിംഗ് ആക്കുന്നത്. അപ്പോൾ ഞാൻ പറയുന്നില്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അത് വെച്ച് മനസ്സിലാക്കുക. നിങ്ങൾ ഒരുപാട് ചെയ്തിട്ടുണ്ടാവും സർവേയിൽ ഇതെങ്ങനെ കൺവേർട്ട് ചെയ്തെന്നുള്ള കാര്യം. ആസ് എ സിവിൽ എഞ്ചിനീയർ അത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം കൂടെയാണ്. പിന്നെ അടുത്ത പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഓരോ ലൈനിൻ്റെയും ലാറ്റിറ്റ്യൂഡും ഡിപ്പാച്ചറും കണ്ടുപിടിക്കണം. അപ്പം ആദ്യം ലൈൻ AB എടുക്കുക. ലൈൻ AB ഈ ക്വാഡ്രന്റിലായിരുന്നു. ഈ ആംഗിൾ 32 ഡിഗ്രി 12 മിനിറ്റ്സ് ആണ്. അപ്പം ലാറ്റിറ്റ്യൂഡ് ഇതിൻ്റെ ലെങ്ത് 232 മീറ്റേഴ്സ് ആണ്. അപ്പം ലാറ്റിറ്റ്യൂഡ് എന്ത് വരും? ലാറ്റിറ്റ്യൂഡിൻ്റെ ഇക്വേഷൻ L cos theta. Latitude is L cos theta and departure is L sin theta. Theta angle എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ ആയിട്ടുള്ള ആംഗിൾ ആട്ടോ theta. അപ്പോൾ ഈ ലൈൻ ABയുടെ ലാറ്റിറ്റ്യൂഡ് is L cos theta 232 cos 32 degree 12 minutes. It is 196.3. ഇതിന്റെ ഡിപ്പാർച്ചറോ L sin theta.
232 into sin 32 degree 12 minutes. അത് 123.62 കിട്ടും. രണ്ടും ഫസ്റ്റ് ക്വാഡ്രന്റിലായതുകൊണ്ട് ലാറ്റിറ്റ്യൂഡും പോസിറ്റീവാണ്, ഡിപ്പാർച്ചറും പോസിറ്റീവാണ്. ഓക്കെ, ദെൻ സെക്കൻഡ് ലൈൻ ബി സി. ബി സി എന്ന് പറഞ്ഞാൽ ബി സി ലൈനിൻ്റെ ലെങ്ത് 148 മീറ്റേഴ്സ് ആണ്. ഇതിൻ്റെ റെഡ്യൂസ്ഡ് ബെയറിംഗ് സൗത്ത് നിന്ന് 41 ഡിഗ്രി 24 മിനിറ്റ്സ് ആണ്. അപ്പോൾ ഇതിൻ്റെ ലാറ്റിറ്റ്യൂഡ് എന്ത് വരും? 148 കോസ് 41 ഡിഗ്രി 24 മിനിറ്റ്സ്. ആൻഡ് അതിൻ്റെ സൈൻ എന്തായിരിക്കും? ഇങ്ങോട്ടേക്കല്ലേ, താഴോട്ടേക്കല്ലേ, അപ്പോൾ സൈൻ നെഗറ്റീവ് ആയിരിക്കും. ആൻസർ കിട്ടുക 111.02 എന്നാണ്. ലാറ്റിറ്റ്യൂഡ് താഴോട്ടേക്ക് സൗത്ത് ഡയറക്ഷനിലേക്ക് ആയതുകൊണ്ട് ഇറ്റ് ഇസ് നെഗറ്റീവ്. ദെൻ ഡിപ്പാർച്ചർ എന്ത് കിട്ടും? 148 സൈൻ 41 ഡിഗ്രി 24 മിനിറ്റ്സ്. ആൻഡ് അത് ഈസ്റ്റ് ഡയറക്ഷനിലേക്കാണ്, പോസിറ്റീവ് ആണ്. സോ ദാറ്റ് വാല്യൂ ഇസ് പോസിറ്റീവ് 97.88 മീറ്റേഴ്സ്. അപ്പോൾ ബി സിയുടെ ലാറ്റിറ്റ്യൂഡും ഡിപ്പാർച്ചറും നിങ്ങൾ കണ്ടുപിടിച്ചു. ഇനി സി ഡി എന്ന് പറയുന്ന ലൈനിൻ്റെ ലാറ്റിറ്റ്യൂഡും ഡിപ്പാർച്ചറും കണ്ടുപിടിക്കണം. സി ഡി എന്ന് പറയുന്ന ലൈനിൻ്റെ ലാറ്റിറ്റ്യൂഡും ഡിപ്പാർച്ചറും. സി ഡി എന്ന് പറയുന്ന ലൈൻ നമ്മൾ തേർഡ് ക്വാഡ്രന്റിലായിരുന്നു. ആൻഡ് അതിൻ്റെ ലെങ്ത് 417. ആൻഡ് അതിൻ്റെ ആംഗിള് സൗത്ത് നിന്ന് വെസ്റ്റിലേക്ക് എത്രയാണ്? 22 ഡിഗ്രി 24 മിനിറ്റ്സ്. അപ്പോൾ അതിൻ്റെ ലാറ്റിറ്റ്യൂഡ് ഈസ് 417 കോസ് 22 ഡിഗ്രി 24 മിനിറ്റ്സ്. ആൻഡ് സൗത്ത് ഡയറക്ഷനിലേക്ക് ആയതുകൊണ്ട് ഇറ്റ് ഈസ് നെഗറ്റീവ്. അപ്പോൾ നെഗറ്റീവ് 385.54. ആൻഡ് അതിൻ്റെ ഡിപ്പാർച്ചർ ഇസ് 417 സൈൻ 22 ഡിഗ്രി 24 മിനിറ്റ്സ്. അതും വെസ്റ്റ് ഡയറക്ഷനിലേക്ക് ആയതുകൊണ്ട് അതും നെഗറ്റീവ് -158.90. സി ഡി ലൈനിൻ്റെ ലാറ്റിറ്റ്യൂഡും ഡിപ്പാർച്ചറും കാണാൻ പഠിച്ചു നമ്മൾ. ദെൻ ഡി ഇ എന്ന് പറയുന്ന ലൈൻ, ഡി ഇയുടെ റെഡ്യൂസ്ഡ് ബെയറിംഗ് എത്രയാണ്? 68 ഡിഗ്രി. അപ്പോൾ അതിൻ്റെ ലാറ്റിറ്റ്യൂഡ്, അതിൻ്റെ ലെങ്ത് എത്രയാണ്? 372 മീറ്റേഴ്സ് ആണ്. അപ്പോൾ ലാറ്റിറ്റ്യൂഡ് ഈസ് 372 കോസ് 68 ഡിഗ്രി. ഡിപ്പാർച്ചർ ഈസ് 372 സൈൻ 68 ഡിഗ്രി. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഒക്കെ സൈൻ എന്താ പറയുക? ലാറ്റിറ്റ്യൂഡ് ആണെങ്കിൽ പോസിറ്റീവാണ് വരിക, ഡിപ്പാർച്ചർ ആണെങ്കിൽ നെഗറ്റീവാണ് വരിക. അപ്പം നമ്മൾ എല്ലാ ലൈനിൻ്റെയും ലാറ്റിറ്റ്യൂഡും ഡിപ്പാർച്ചറും കാണാൻ പഠിച്ചു. ഇനി നിങ്ങൾക്ക് ഞാൻ ടിപ്പ് പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഈ പോസിറ്റീവും നെഗറ്റീവും മനസ്സിലാവുന്നില്ല എങ്കിൽ ടിപ്പ് മാത്രമാണ്. എക്സാമിന് ചെയ്യുമ്പോൾ ഹോൾ സർക്കിൾ ബെയറിംഗ് കഴിഞ്ഞ് റെഡ്യൂസ്ഡ് ബെയറിംഗ് എന്ന് പറയുന്ന ഒരു കോളം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ 25% ലോസ് ഓഫ് മാർക്ക് ഉണ്ടാവും. അപ്പോൾ എപ്പോഴും ഹോൾ സർക്കിൾ ബെയറിംഗ് കഴിഞ്ഞിട്ട് റെഡ്യൂസ്ഡ് ബെയറിംഗ് കണ്ടുപിടിക്കണം. പക്ഷേ ഇത് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ ഒന്നും ഓർക്കണ്ട. ലാറ്റിറ്റ്യൂഡും ഡിപ്പാർച്ചറും കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എൽ കോസ് തീറ്റയിൽ തീറ്റ ഈ ആംഗിൾ കൊടുത്താൽ, ഹോൾ സർക്കിൾ ബെയറിംഗ് കൊടുത്താൽ നിങ്ങൾക്ക് ആൻസറും നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും വരും. ഓക്കെ, ഒരു ടിപ്പ് മാത്രമാണ്. ഒരിക്കലും അങ്ങനെ എക്സാമിന് റെഡ്യൂസ്ഡ് ബെയറിംഗിൻ്റെ കോളം കൂടെ വെക്കുക. എന്നിട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ലെങ്ത് ഇൻറ്റു കോസ് ഈ തന്ന ഹോൾ സർക്കിൾ ബെയറിംഗ് തന്നെ ചെയ്താൽ നിങ്ങൾക്ക് കാൽക്കുലേറ്ററിൽ ആൻസറും പ്ലസ് ആണോ മൈനസ് ആണോ എന്ന് വരും. ഓക്കെ, അത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയാൽ മതി. ഇപ്പം ലാറ്റിറ്റ്യൂഡും ഡിപ്പാർച്ചറും നമുക്ക് കണ്ടുപിടിച്ചു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ലാറ്റിറ്റ്യൂഡ് ഡിപ്പാർച്ചർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ.